ശ്രീ പി ജെ വിൻസൻ, ചുരുങ്ങിയ വാക്കുകളിൽ ജെയിംസ് സാറിന്റെ ആ വിയോജിപ്പിന് മറുപടി. അല്ല, ഇറാൻ്റെ രാഷ്ട്രീയ സംസ്കൃതിയിൽ മിതവാദികളും അതുപോലെ തീവ്രവാദികളും മാറി മാറി അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന ഒരു ശീലം അവിടെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഉദാഹരണമായിട്ട് റഫ്സഞ്ചാനി ഒരു മധ്യ നിലപാടെടുത്തയാളായിരുന്നു. അദ്ദേഹത്തിന് ശേഷം അവിടെ അധികാരത്തിലുള്ള ഖാത്തമി ആണെങ്കിൽ വളരെ ലിബറലായിട്ടുള്ള മിതവാദ നിലപാടെടുത്തയാളാണ്. ഖാത്തമിക്ക് ശേഷം അധികാരത്തിൽ വന്ന പ്രസിഡന്റായി വന്ന അഹമ്മദി നജാദ് അങ്ങേയറ്റം തീവ്രമായ നിലപാടുകളുടെ പേരിൽ കുപ്രസിദ്ധമായിരുന്നു. അദ്ദേഹം തന്നെ ഒരു മുജാഹിദ് ആണ് എന്നും തട്ടിക്കൊണ്ടുപോകൽ ഭീകരപ്രവർത്തനത്തിൽ അടക്കം പങ്കെടുത്തയാളാണെന്നൊക്കെ അമേരിക്ക പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള തീവ്രവാദിയായ അഹമ്മദ് നജാദിന് ശേഷം വീണ്ടും മിതവാദിയായ ഖാത്തമി അവിടെ പ്രസിഡന്റാകുന്നു. ആ ഖാത്തമീനെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് 2021 കുറച്ച് തീവ്രമായ നിലപാടെടുക്കുന്ന റെയ്സി പ്രധാനമന്ത്രിയാവുന്നത്. അപ്പോൾ പക്ഷേ ഈ മിതവാദി വിഭാഗമാണെങ്കിലും തീവ്ര നിലപാടെടുക്കുന്നവരാണെങ്കിലും ഈ ഇസ്ലാമിക റെവല്യൂഷൻ്റെ അൺഡു ചെയ്യുന്ന വിധത്തിലോ വ്യവസ്ഥാ മാറ്റത്തിന് വേണ്ടിയിട്ടോ ഉള്ള സമരങ്ങൾ അവിടെ ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അവിടെ പ്രധാനമായിട്ടും ഈ മധ്യവർഗക്കാർ, മിഡിൽ ക്ലാസ്, അതുപോലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, വിശിഷ്യ ടെഹ്റാൻ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചൊക്കെ വരുന്ന ഈ സമരങ്ങൾ അത് ഈ വ്യവസ്ഥയെ മാറ്റുക എന്നുള്ളതല്ല, അവർക്ക് കൂടുതൽ പൗരാവശ്യങ്ങൾ വേണ്ടിയിട്ടും കൂടുതൽ ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടി വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ഉയർന്നു വരുന്ന സമരങ്ങളാണ്. പക്ഷേ ആ സമരങ്ങളെ പോലും പൂർണ്ണമായി അതിക്രൂരമായും അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇസ്ലാമിക പി ജെ വിൻസൻ സാർ പറഞ്ഞ ഇസ്ലാമിക റവല്യൂഷന്റെ കോട്ട ഈ പറയുന്ന അമേരിക്കൻ ഉപരോധത്തിൽ തകർന്നിട്ടില്ല, ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല, ഒന്നിലും പോറലേറ്റിട്ടില്ല. ഏറ്റവും ഒടുവിൽ നടന്ന ഈ സമരത്തിൽ പോലും അതിന് പോറലേൽക്കുന്നില്ല. പക്ഷേ ഈ സുപ്രധാനമായ 2 മരണങ്ങൾ ആ കോട്ടയ്ക്ക് വിള്ളൽ വീഴ്ത്തുമോ എന്നുള്ളത് ലോകം നോക്കുന്നുണ്ട്. അതോടൊപ്പം റെയ്സിയുടെ മരണത്തിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിലും.